ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയും 8-ാം അധ്യായം 12 മുതൽ 20 വരെയുമുള്ള തിരുവചനങ്ങളാണ്. യഹൂദന്മാരുടെ വലിയ 3 തിരുനാളുകളാണ് പെസഹ, പെന്തക്കുസ്ത, അതുപോലെ കൂടാരത്തിരുന്നാൾ. കൂടാരത്തിരുന്നാൾ അവർ ഓർമ്മിപ്പിക്കുന്നത് ദൈവം തങ്ങളെ മരുഭൂമിയിൽ കൂടി നയിച്ച് കാനാൻ നാട്ടിലേക്ക് നയിച്ചപ്പോൾ ആ യാത്രാമധ്യേ അവർ കൂടാരങ്ങൾ കെട്ടി താമസിച്ച് ദൈവത്തിൻ്റെ പരിപാലന അവരെ സംരക്ഷിച്ചതാണ് പ്രത്യേകമായിട്ട് ഓർക്കുക. ഈ കൂടാരത്തിരുന്നാളിൽ യഹൂദ പുരോഹിതൻ സിലോഹാക്കുളത്തിൽ നിന്ന് സ്വർണ്ണക്കുടത്തിൽ വെള്ളം ആഘോഷമായിട്ട് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരും. അതങ്ങനെ 6 ദിവസം ഉണ്ടാകും. കൂടാരത്തിരുന്നാൾ സാധാരണയായിട്ട് 8 ദിവസമാണ് ഉണ്ടാവുക. 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ബലിപീഠത്തിന് ചുറ്റും പുരോഹിതൻ വലം വയ്ക്കുന്നു. കർത്താവ് ഈ ഒരു പശ്ചാത്തലത്തിൽ ജീവജലം താനാണ് എന്ന് വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം, പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 17-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽക്കാർക്ക് കർത്താവ് ജീവജലം നൽകുന്നു. അവരുടെ സംരക്ഷണത്തിനാവശ്യമായ പാറയിൽ നിന്നുള്ള ജലം അവർക്ക് നൽകുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ പറയുകയാണ്, ഇന്ന് ഈ നിങ്ങൾ അനുസ്മരിക്കുന്ന ആ ജലം അത് നശ്വരമാണ്. യഥാർത്ഥ ജീവജലം അത് തനിക്ക് മാത്രമാണ് നൽകാൻ സാധിക്കുക. ദിലെക്സിത് നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ള 2024 ഇറക്കിയ ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈശോയുടെ പീഡാനുഭവവും അതുപോലെ തന്നെ കുരിശുമരണവുമൊക്കെ ഓർത്തുകൊണ്ട് കാൽവരിയിൽ ഈശോ തൻ്റെ ഹൃദയരക്തം നൽകി നമ്മെ സ്നേഹിച്ചത് 4-ാം അധ്യായത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. അവിടുന്ന് ഇപ്പോൾ പറയുന്ന ജീവജലം അത് യഥാർത്ഥമായിട്ട് അവിടുന്ന് നൽകുക കാൽവരിയിലെ കുരിശിൽ തൻ്റെ ഹൃദയം തുറന്ന് ആ അവസാനത്തുള്ള രക്തവും ജലവും നമുക്കായിട്ട് ഒഴുക്കുമ്പോഴാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക, ഈശോയാകുന്ന ഈ നിത്യജീവൻ നൽകുന്ന ജലത്തിൻ്റെ ആ വലിയ ജലാശയമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ദാഹം ശമിപ്പിക്കുമെന്ന് കരുതി ചിന്തിക്കുന്ന പലരും പലതും നമ്മുടെ ആത്മീയമായ ദാഹത്തിന് ശമനം നൽകാൻ സാധിക്കുന്നവരല്ല. അതുകൊണ്ട് യേശുവിലേക്ക് കടന്നു വരാൻ, യേശുവിൽ സംതൃപ്തി കണ്ടെത്താൻ, യേശുവിൽ നിറവ് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഒന്നാമത് നമ്മൾ ചിന്തിക്കുക അതാണ്. ഈ നിറവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈശോ നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെപ്പറ്റിയിട്ടാണ് കർത്താവ് പറയുന്നത്. ഇതാണ് നാം യേശുവിൽ നിന്ന് ആവോളം കുടിക്കുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, ഈശോ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ്. ഈ ജീവജലം ഒരാളിൽ നിറഞ്ഞാൽ അവനിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ മറ്റുള്ളവരിലേക്ക് ഒഴുകും. അപ്പോൾ കർത്താവിൻ്റെ കൃപകൾ, ആത്മാവ് നമ്മിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്കും അത് ഒഴുക്കപ്പെടും. വരണ്ട അവസ്ഥയിൽ നമ്മൾ ജീവിക്കുകയില്ല. നമുക്കറിയാവുന്ന സ്വാർത്ഥതയുടെ വറ്റി വരണ്ട അവസ്ഥകളാണ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുക. ഒരു അരുവി അല്ലെങ്കിൽ ഒരു പുഴ ചുറ്റുമുള്ള ശേഖരങ്ങളെയൊക്കെ നാട്ടിൻപുറങ്ങളെയൊക്കെ നനച്ച് നട്ടു വളർത്തി അവിടെയൊക്കെ പച്ചകടാതെ നിൽക്കുന്ന രംഗം നമുക്കറിയാം, നമുക്ക് സുപരിചിതമാണ്. ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തെയും ഫലമണിയിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ
എത്രമാത്രം അർത്ഥപൂർണമാണത് എന്ന് ഓർക്കുക. എസെക്കിയേലിൻ്റെ പുസ്തകത്തിലെ 47-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ നിന്ന് വരുന്ന നീർച്ചാലിനെ പറ്റിയിട്ടുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. 12-ാം വാക്യം ഇപ്രകാരമാണ്: നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്തു നിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കും. ഇപ്രകാരം ഈ ജെറൂസലം ദേവാലയത്തിൽ നിന്ന് വരുന്ന നീർച്ചാലിന് സമീപം വളരുന്ന വൃക്ഷങ്ങളാകണം നമ്മുടെ ജീവിതങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള ജീവിതങ്ങൾ മറ്റുള്ളവർക്കും ആശ്വാസം നൽകും, മറ്റുള്ളവർക്ക് സൗഖ്യം നൽകും, മറ്റുള്ളവർക്ക് തണലേകും എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് 8-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഈശോ തുടർന്ന് പറയുകയാണ്: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ പ്രകാശത്തെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലെ അവ്യക്തതകൾ, പ്രത്യേകിച്ച് ധാർമ്മികമായ കാര്യങ്ങളെപ്പറ്റി ഏറെ അവ്യക്തതകൾ ഉള്ളൊരു കാലഘട്ടമാണ്. എങ്ങോട്ട് പോകണമെന്ന് മനുഷ്യന് അറിഞ്ഞുകൂടാ. വ്യക്തമായിട്ടുള്ള വഴി ഈശോയാണ് നൽകുക. കൂരിരുട്ടിൽ കപ്പലിന് പ്രത്യേകമായി ലൈറ്റ് ഹൗസുകൾ ദിശ നൽകുന്നത് പോലെ ഈ ലോകത്തിൽ അന്ധകാരത്തിൽ നമുക്ക് ദിശ നൽകുന്നവൻ യേശുവാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ മിന്നിമറയുന്ന ചില പ്രകാശങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം അത് നിത്യമായിട്ടുള്ള പ്രകാശമല്ല. അത് മിന്നിമറയുന്ന, പെട്ടെന്ന് കെട്ടുപോകുന്ന പ്രകാശങ്ങളാണ്. ചില വ്യക്തിത്വങ്ങൾ, ചില നേതാക്കൾ വഴിതെറ്റിക്കുന്ന ചില സ്വാധീനങ്ങളൊക്കെ അപ്രകാരമാണ്. ദൈവത്തോളം തങ്ങളെത്തിയെന്ന് വീമ്പ് പറയുന്ന ബാബേൽ ഗോപുരങ്ങളായിട്ടുള്ള ചില വ്യക്തിത്വങ്ങളെയും ചില സംവിധാനങ്ങളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ മിന്നിമറയുന്നവയാണ്. യഥാർത്ഥ പ്രകാശം ഈശോയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഇന്നത്തെ സുവിശേഷം നമ്മളെ ശക്തരാക്കുന്നു. ഇന്നത്തെ മറ്റ് 2 വായനകൾ നമ്മൾ നോക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിലെ 16-ാം അധ്യായത്തിൽ ഹാഗാറിന് കർത്താവിൻ്റെ ദൂതൻ ആശ്വാസം നൽകുന്നു. ഹാഗാർ ദൈവത്തെ വിളിക്കുന്ന പേരാണ് എൽ റോയ്. ഈ വാക്കിൻ്റെ അർത്ഥം എന്നെ കാണുന്ന ദൈവം എന്നാണ്. ദൈവം എന്നെ കാണുന്നു. ഈശോ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് നാം തിരിച്ചറിയുമ്പോൾ ഈ ഒരർത്ഥം കൂടി വരുന്നുണ്ട്. ഈശോയെ ഞാൻ കാണുന്നു, ഈശോ എന്നെ കാണുന്നു. എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും ഈശോ കാണുന്നു. ഈശോയാകുന്ന പ്രകാശത്തിലേക്ക് അടുക്കാനുള്ള വലിയ വിളിയാണ് ഈ ആദ്യ വായന നമുക്ക് നൽകുക. ലേഖനം, റോമാലേഖനം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ, പ്രത്യേകിച്ച് ശ്ലീഹ പറയുന്നത്: നന്മയെ മുറുകെ പിടിക്കുക, നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുക. നിങ്ങളുടെ സ്നേഹവും തീഷ്ണതയും പരസ്പര ബഹുമാനവും അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ ഈശോയുടെ ആ ഉറവയിൽ നിന്ന് സമൃദ്ധമായിട്ട് നമ്മൾ പാനം ചെയ്താൽ ഇത് മറ്റുള്ളവരിലേക്ക് കരകവിഞ്ഞൊഴുകും. നമ്മുടെ നന്മയും സ്നേഹവും മറ്റുള്ളവരോടുള്ള പരിഗണനയുമൊക്കെ അത് കരകവിഞ്ഞൊഴുകുന്ന ആ പുഴ പോലെയാകണം. അതാണ് നമ്മൾ ഈ ലേഖനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരിക. ഇന്നത്തെ വായനകൾ നമ്മുടെ ജീവിതത്തെ നവീകരണത്തിലേക്ക്, നോമ്പുകാല ചൈതന്യത്തിലേക്ക് നയിക്കാൻ നമുക്ക് ഇടയാകട്ടെ. എല്ലാവർക്കും കൃപ നിറഞ്ഞ നോമ്പുകാലം ആശംസിക്കുന്നു.